Hello dear students, welcome back to our classroom. ഡ്രോയിങ്ങിൽ ഒരുപാട് തരം പാറ്റേൺസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സെക്കൻഡായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലോറൽ പാറ്റേൺ ആണ്. അപ്പോൾ എന്താണ് ഫ്ലോറൽ പാറ്റേൺ? പൂക്കളും ഇലകളും കായ്കളും ഒക്കെ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ഡിസൈൻസ് ആണ് ഫ്ലോറൽ പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങളിത് എംബ്രോയ്ഡറി വർക്ക്സിലും ഫാബ്രിക് പെയിൻറ്റിങ്ങിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ പാറ്റേൺസുകൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കുക കേട്ടോ. അതായത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫ്ലോറൽ പാറ്റേൺ എന്ന് എഴുതിയിട്ട് വേണം വരയ്ക്കാൻ. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് റിപ്പീറ്റിംഗ് പാറ്റേൺ ആണ്. ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഡിസൈൻ തന്നെ ആവർത്തിച്ച് വരുന്ന ഡിസൈനെയാണ് റിപ്പീറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രോയിങ് ബുക്കിൽ ഫസ്റ്റിലെ ആ ഒരു വർക്ക് ചെയ്യാം. ഈ ഒരു പിക്ചറിലൊക്കെ നോക്കിയാൽ അറിയാം, ഒരു ഡിസൈൻ തന്നെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ റിപ്പീറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ ടൈലൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഒരു റിപ്പീറ്റിംഗ് പാറ്റേണിന് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ ആ പിക്ചർ ചെയ്യാം കേട്ടോ. ഈ ഒരു പിക്ചർ ചെയ്യുമ്പോൾ നിങ്ങൾ റെക്റ്റാങ്കിൾ വരക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഇഞ്ച് വീതിയിലും 1 ഇഞ്ച് ഹൈറ്റിലുള്ള റെക്റ്റാങ്കിൾ വേണം വരക്കാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം കേട്ടോ വരക്കാൻ. നാലാമത്തെ പാറ്റേൺ ആണ് റണ്ണിങ് പാറ്റേൺ. ഈ ഡിസൈന് ഹൊറിസോണ്ടലായിട്ടോ പാരലലായിട്ടോ അധിക ദൂരത്തേക്ക് പോകുന്നു. പൊതുവേ ഇത് വീതി കുറഞ്ഞ സ്ഥലങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്. ഡിസൈൻ തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. സാരിയുടെയൊക്കെ ബോർഡറുകളിൽ ഇത്തരം പാറ്റേൺ ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും നിങ്ങളെ ഡ്രോയിങ് ബുക്കിൽ നിർബന്ധമായിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുള്ള സിമെട്രിക്കൽ പാറ്റേൺ ആണ്. അതിൻ്റെ സെൻട്രലിലുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ മായ്ച്ച് കളർ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ടൈം ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.